തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെ പിടികൂടാൻ കഴിയാതെ പോലീസ്. നീതി ലഭിക്കും വരെ ശക്തമായി പോരാടുമെന്ന് മർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ശ്യാമിലി പറഞ്ഞു. ഒളിവിലിരുന്ന മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ ബെയ്ലിൻ ദാസ് തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. ബെയ്ലിൻ ദാസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ശ്യാമിലി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടി. മുഖത്തേറ്റ അടിയുടെ കാഠിന്യത്തിൽ കണ്ണിനും പല്ലുകൾക്കും ഗുരുതര പരിക്കുണ്ട്. അത് ചികിത്സിച്ച് മാറാൻ ഇനിയും നാളുകളെടുക്കും. ബെയ്ലിൻ്റെ ഈ ക്രൂരവിനോദങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന ശ്യാമിലിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. ഗർഭിണിയായിരുന്ന കാലത്തും മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നെന്നും യുവ അഭിഭാഷക വ്യക്തമാക്കുന്നു. മർദ്ദിച്ചിട്ടുണ്ട്. അത് ഇത്രയ്ക്കും റോസ്റ്റല്ല, അത് മർദ്ദനം മുഖത്ത് കൈവച്ചു, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. ഗർഭിണിയായിരുന്ന സമയത്താണ്. നീതി ലഭിക്കും വരെ പോരാടാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. രാഷ്ട്രീയമായും നിയമപരമായുമൊക്കെ ഉന്നത ബന്ധങ്ങളുള്ള പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കരുതെന്ന് ശ്യാമലിയുടെ മാതാവ് വസന്ത 24നോട് പറഞ്ഞു. സ്വാധീനമുണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ ഇങ്ങനെ അടിച്ചത് ഒരു മന്ത്രി ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവരൊക്കെ വേണ്ടെന്നുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. കേസ് എന്തായാലും അയാൾ വെറുതെ തേച്ച് മാച്ച് മറ്റുള്ളവരെ പോലെ വിടാൻ ഇനി ഒരു കുഞ്ഞിന് സംഭവിക്കരുത്. പ്രതിയെ ഇതുവരെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. സംഭവം നടന്ന 2 മണിക്കൂറോളം വഞ്ചിയൂരിലെ തൻ്റെ സ്വന്തം ഓഫീസിൽ ബെയ്ലിൻ ദാസ് ഉണ്ടായിരുന്നു. ഈ സമയം കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയെങ്കിലും തടഞ്ഞത് ബാർ അസോസിയേഷനാണ്. ഒരു വക്കീൽ ഓഫീസിൽ നിന്ന് അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ലെന്നായിരുന്നു ബാർ അസോസിയേഷൻ്റെ നിലപാട്. പിന്നീട് പ്രതി എങ്ങോട്ടോ ഓടിപ്പോയി. അതിൽ ബാർ അസോസിയേഷൻ വഹിച്ച പങ്ക് ചെറുതായി കാണാനുമാവില്ല. പോലീസ് കേസ് ചാർജ് ചെയ്ത് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് കൂടി ഇതിനകത്തുണ്ട്. അത് സംബന്ധിച്ച് നമ്മുടെ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കേണ്ടത് ബാർ കൗൺസിലാണ്. അപ്പോൾ ബാർ കൗൺസിലിനും ഗവൺമെന്റ് എന്ന നിലയിൽ നിയമവകുപ്പ് അത് ബാർ കൗൺസിലിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തും. ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനും നടപടി സ്വീകരിക്കണം എന്ന കാര്യം അവരോട് ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെടുന്നതാണ്. ചെയ്തത് വലിയ കുറ്റകൃത്യം. അപ്പോഴും ഒളിവിലിരുന്ന മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളിലാണ് അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ്. അഭിഭാഷകൻ എന്ന നിലയിൽ നിയമത്തിന്റെ എല്ലാ വശങ്ങളും ഇയാൾക്കറിയാമെന്നതും ശ്രദ്ധേയം. തിരുവനന്തപുരത്ത് നിന്ന് സിറിലിനൊപ്പം അശ്വിൻ പാലാഴി, 24.